ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. പ്രവാചക ദൗത്യം. ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ? എന്തിനെയെങ്കിലും പിടിയിൽ ഒതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നലറുമോ? കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ? ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ? പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ? കർത്താവ് അയക്കാത്ത പട്ടണത്തിന് അനർത്ഥമുണ്ടാകുമോ? ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിക്കുന്നു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്കു പ്രവചിക്കാതിരിക്കാൻ കഴിയും? സമരിയായുടെ നാശം. അസീറിയയിലെയും ഈജിപ്തിലെയും ശക്തി ദുർഗങ്ങളിൽ പ്രഖ്യാപിക്കുക. സമരിയായുടെ മലകളിൽ ഒരുമിച്ച് കൂടുവിൻ, അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ അറിയുകയില്ല. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളുടെ ദേശം വളയും, നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, സിംഹത്തിന്റെ വായിൽ നിന്ന് ഇടയൻ ആടിന്റെ 2 കാലോ ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കുന്നത് പോലെ സമരിയായിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിന്റെ ഓരോ മൂലയും കിടക്കയുടെ ഓരോ അറ്റവും കൊണ്ട് രക്ഷപ്പെടും. ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ കേട്ട യാക്കോബിന്റെ ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇസ്രായേലിനെ അവന്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബേഥേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്തു കളയും. ബലിപീഠങ്ങളുടെ വളർക്കോൺ ഞാൻ ഛേദിക്കും, അവ നിലം പതിക്കും. അവന്റെ ഹേമന്ത വസതികളും ഗ്രീഷ്മഭവനങ്ങളും ഞാൻ നശിപ്പിക്കും. ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും, മഹാസൗധങ്ങൾ നാമാവിശേഷമാകും.